once question. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2016 നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ഇത് സെക്കൻഡ് സെഷനാണ്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. അപ്പോൾ സെഷൻ 1 കാണാത്തവർ അത് കാണാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 resistors each having a value of a ohm are connected to form a wide structure. If a 3-phase balance supply with a line voltage of A volts is applied, then the power drawn per phase from the supply is option A square by 3A, option B 3A square by A, option C A by A, option D none of the above. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 3 resistors ഉണ്ട്. Okay, each having a value of A ohm are connected to form a Y structure. എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ Y structure. അതായത് സ്റ്റാർ കണക്ഷൻ. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് A ohm. ഇനി എന്താണ്? എ 3-phase ബാലൻസ് സപ്ലൈ വിത്ത് ലൈൻ വോൾട്ടേജ് A is applied. അപ്പോൾ ഇതിന് ക്രോസ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് A ആണ്. ഇതാണ് ലൈൻ വോൾട്ടേജ്. ദെൻ ദ പവർ ഡ്രോൺ പെർ ഫേസ് ഫ്രം ദ സപ്ലൈ. പെർ ഫേസിൽ എത്രയാണ് പവർ ഡ്രോൺ ചെയ്തതെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ പവർ ഡ്രോൺ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P is equal to V phase I phase cos phi. V phase I phase cos phi. So V phase I phase cos phi. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലൈൻ വോൾട്ടേജ് ഈസ് A. അപ്പോൾ ഇൻ എ സ്റ്റാർ കണക്ഷൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ്? എന്താ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ? VL equal to √3 V phase. അപ്പോൾ V phase എന്തായിരിക്കും? V phase equal to VL by √3. അപ്പോൾ അതാണ് നമ്മുടെ ഫേസ് വോൾട്ടേജ് VL by √3. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് VL equal to എത്ര വോൾട്ട്സ് ആണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ആസ് A volts. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ അതവിടെ നിർത്താം. VL by √3. ഇനി നമുക്ക് അടുത്തത് I phase കാണണം. I phase കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? I phase equal to V phase by R. I phase എന്തായിരിക്കും? I phase equal to V phase by R. ഇപ്പോൾ നമുക്കിവിടെ V phase നമ്മളിപ്പോൾ ഇവിടെ എഴുതി. ഏതാണ്? VL by √3 ഇൻറ്റു R. അപ്പോൾ ഇതാണ് I phase. ഇവിടെ റെസിസ്റ്റൻസ് ആണ്. സോ പവർ ഫാക്ടർ എന്തായിരിക്കും? cos phi equal to 1. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ പവർ? എങ്ങനെയാണ് നമുക്ക് പവറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്? പവർ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പവർ ഈക്വൽ ടു വി ഫേസിനാണ് നമ്മൾ VL by √3 ഇൻറ്റു I ഫേസിന് എന്ത് കൊടുക്കാം? VL by √3 ഇൻറ്റു R. ഇനി എഫക്റ്റ് എന്ത് വരും? VL സ്ക്വയർ ബൈ 3R. ഇതാണ് VL സ്ക്വയർ ബൈ 3R. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് VL എത്രയാണ്? ഇറ്റ് ഈസ് A. അപ്പോൾ therefore A സ്ക്വയർ 3 ഇൻറ്റു R ഇവിടെ തന്നിട്ടുണ്ട് വാല്യൂ ഓഫ് A ohm. അപ്പോൾ എന്ത് കൊടുക്കാം? A. അപ്പോൾ സോ അവർ ആൻസർ എന്ത് കിട്ടി? A സ്ക്വയർ ബൈ 3A. നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷൻ ഈസ് ആൻസർ A സ്ക്വയർ ബൈ 3A. ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പവറിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. V phase I phase cos phi. അപ്പോൾ അതിൽ എന്താണ് V phase എന്നും എന്താണ് I phase എന്നും cos phi എന്നും നമുക്കറിയാം. സ്റ്റാർ കണക്ഷനിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ VL equal to √3 V phase ആണ്. അതുപോലെ കറണ്ട് എങ്ങനെയായിരിക്കും? I phase equal to IL ആയിരിക്കും. ഇതിന് ഓപ്പോസിറ്റ് ആണ് ആർക്ക്? ഡെൽറ്റ കണക്ഷനിൽ എങ്ങനെയായിരിക്കും? V phase equal to VL ആയിരിക്കും. അതിനെങ്ങനെയായിരിക്കും കറണ്ട്? IL equal to √3 I phase ആയിരിക്കും ഡെൽറ്റ കണക്ഷനിലെ കറണ്ട്. സ്റ്റാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡെൽറ്റയിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? A സ്ക്വയർ ബൈ 3A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 230 volt 50 Hz single phase supply is connected to the series combination of pure resistance of 500 ohm, a pure variable capacitor of 25 microfarad and a pure variable inductor of 1.5 millihenry.
By properly adjusting the component values, it is made that the current through the circuit is maximum. What is the power factor of the circuit now? Option A 0.86, option B 0.5, option C 0, option D 1. നോക്കുക, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സർക്യൂട്ട് ഏതാ? സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ, ഇതിലാണ് നമുക്ക് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ പിന്നെ ചോദിച്ചിരിക്കുന്നത്? ബൈ പ്രോപ്പർലി അഡ്ജസ്റ്റിംഗ് ദ കമ്പോണന്റ് വാല്യൂ ഇറ്റ് ഈസ് മെയ്ഡ് ദാറ്റ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഈസ് മാക്സിമം. എന്താ ചെയ്തിരിക്കുന്നത്? കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഈസ് മാക്സിമം. ഈ ഒരു സർക്യൂട്ട് കണ്ടാൽ എന്താ പ്രത്യേകത? ദിസ് ഈസ് RLC circuit and this is RLC series resonant circuit. RLC series resonant circuit. അവിടെയാണ് എന്ത്? റെസണന്റ് കണ്ടീഷനിൽ ആണെങ്കിൽ എന്തായിരിക്കും ആ സർക്യൂട്ടിൽ? കറണ്ട് വിൽ ബി മാക്സിമം. അറ്റ് റെസണന്റ് കണ്ടീഷൻ ദ കറണ്ട് വിൽ ബി മാക്സിമം. അപ്പോൾ റെസണന്റ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം ആണ്. എന്തായിരിക്കണം റെസണന്റ് കണ്ടീഷൻ? അറ്റ് റെസണൻസ് XL ഈക്വൽ ടു XC ആയിരിക്കും. At resonance XL equal to XC ആയിരിക്കും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പവർ ഫാക്ടർ? വാട്ട് ഈസ് ദ പവർ ഫാക്ടർ? ഇങ്ങനെ ഒരു സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ കാണാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്നാണ്? പവർ ഫാക്ടർ കോസ് Y ഈക്വൽ ടു R/Z. പവർ ഫാക്ടർ കോസ് Y ഈക്വൽ ടു R/Z. എന്തായിരിക്കും Z? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ദ whole square. XL minus XC the whole square. So at resonance എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ XL ഈക്വൽ ടു XC ആയിരിക്കും. അപ്പോൾ ഏതാ? ഈ ടേം ക്യാൻസൽ ആയി പോകും. ഈ ടേം ക്യാൻസൽ ആയി പോകും. സോ ഇന്നഫ് Z ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് R² R വരും. Z എന്ത് വരും അറ്റ് റെസൊണൻസ്? Z ഈക്വൽ ടു R. അപ്പോൾ ഇവിടെ നോക്കുക, cos Y ഈക്വൽ ടു R/Z. നമുക്ക് എന്തിനു കൊടുക്കാം? R/R. ആൻസർ ഈസ് 1. So the power factor of the circuit will be 1. So our answer will be എന്തായിരിക്കും? Answer is option D 1. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ ഇതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഏതാണ്? സർക്യൂട്ട് കറണ്ട് ഈസ് മാക്സിമം. ജസ്റ്റ് RLC കണ്ടാൽ നമുക്കറിയാം അതെന്താണ്? റെസണന്റ് സർക്യൂട്ടാണ്. സീരീസ് റെസണന്റ് സർക്യൂട്ട്. സീരീസ് റെസണന്റ് സർക്യൂട്ടിലെ കണ്ടീഷൻ ഫോർ റെസണൻസ് എന്താണ്? XL ഈക്വൽ ടു XC. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പവർ ഫാക്ടർ ഇക്വേഷൻ എന്താണ് ഇങ്ങനത്തെ സർക്യൂട്ടിൽ? കോസ് Y ഈക്വൽ ടു R/Z. അപ്പോൾ ആ റെസണന്റ് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. XL ഈക്വൽ ടു XC. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z ഈക്വൽ ടു R. ഏത് കണ്ടീഷനില്ല? അറ്റ് റെസൊണൻസ്. സോ ദ ആൻസർ ഈസ് R/Z which is equal to R/R. Answer is power factor it is 1. Next question. A DC source of EMF E volt and internal resistance R ohm is connected to a variable load, and it is adjusted that the load abstracts maximum power from the source. The current drawn from the source is option A 4E by R, option B 2E square by R, option C E by R, option D E by 2R. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു DC source of EMF E ഉണ്ട് and an internal resistance R. ഈ internal resistance R is connected to a variable load. ഒരു വേരിയബിൾ ലോഡിലിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Such that it will extract the maximum power from the source. മാക്സിമം പവർ ആണ് സോഴ്സിൽ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ സമയത്ത് കറണ്ട് ഡ്രോൺ? ശ്രദ്ധിക്കുക, മാക്സിമം പവർ. ഇവിടെ അപ്പോൾ ഏതായിരിക്കും നമ്മൾ മാക്സിമം പവർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഏതാ? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. എന്തായിരിക്കും? എന്താ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എന്തായിരിക്കണം? ടു ഗെറ്റ് ദ മാക്സിമം പവർ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ ഏതായിരിക്കണം? തെവനൻ റെസിസ്റ്റൻസ്. എന്താ തെവനൻ റെസിസ്റ്റൻസ്? ഈ ഒരു ടെർമിനൽ ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ ഈ ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൻ്റെ എല്ലാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ്, അതാണ് എന്ത്? തെവനൻ റെസിസ്റ്റൻസ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് തെവനനായിട്ടാണ് വരച്ചിരിക്കുന്നത് ഈ R. അപ്പോൾ ഏതാ ഇവിടുത്തെ റെസിസ്റ്റൻസ് വരുന്നത്? R ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ RL ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? RL ഈക്വൽ ടു R. അതായിരിക്കണം മാക്സിമം പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെയെങ്കിൽ ആ സമയത്ത് കറണ്ട് എന്താണ്? നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ I ഈക്വൽ ടു ഏതാ?
V/R ആണ് വേണ്ടത്. ഇവിടെ V എന്താ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് EMFE. E. R ഇപ്പോൾ ഇവിടെ എന്ത് വരും? ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് R പ്ലസ് R. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും? E/2R. E/2R. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, E/2R. ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കുക, മാക്സിമം പവർ. സോ എന്താണ് മാക്സിമം പവർ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അതിലെന്താ പറയുന്നത്? R = RL. ജസ്റ്റ് R = RL. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് RThevenin. RL = RThevenin. RThevenin എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് RThevenin = 6 ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കറണ്ട് കാണാൻ I = V/R എടുക്കുക. V അറിയാം നമുക്ക്. R എന്താ? ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് R. E/2R. Next question. If A and B are Boolean variables, the Boolean expression of A plus AB is option A 0, option B B, option C 1, option D A. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? A plus AB എന്തായിരിക്കും നോക്കാം. A plus AB ഇതിൽ നമുക്ക് എന്താണ്? ഇവിടെ A കോമൺ ഉണ്ട്. അപ്പോൾ എനെ പുറത്തെടുത്ത് എന്ത് വരും? ഇൻറ്റു 1 plus B. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 plus B ഓർ ലോയാണ്. 1 plus B എന്തായിരിക്കും? 1 plus B ഇറ്റ് ഈസ് 1. 1 plus A ഇറ്റ് ഈസ് 1. ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഓർ ലോ. അപ്പോൾ എന്ത് വരും? A.1. ആൻസർ എന്ത് വരും? A. ഇവിടെ ആൻഡ് ലോ A.1 A. സോ ഏതാ നമുക്ക് ആൻസർ കിട്ടുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, A വരും. സിമ്പിളാണ്. ജസ്റ്റ് A പുറത്തെടുക്കുക. നമ്മൾ ഏറ്റവും ചെറിയ ഫോർമുല ആക്കുവാണ്. A പുറത്തെടുക്കുക. 1 plus B. ഇപ്പം എന്ത് വരും? A.1 വരും. അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? A. ഇവിടെ വരുന്നത് ആൻഡ് ലോ, ഇവിടെ വരുന്നത് ഓർ ലോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ എമോങ് അലൂമിനിയം, കോൺസ്റ്റന്റ് ആൻഡ് മെർക്കുറി, കാർബൺ ഹാവ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി? ഏതിനാണ് കൂടുതൽ റെസിസ്റ്റിവിറ്റി? ഓപ്ഷൻ എ അലൂമിനിയം, ബി കോൺസ്റ്റന്റ് ആൻഡ് സി മെർക്കുറി, ഡി കാർബൺ. ഏതിനായിരിക്കും ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി? നമുക്കറിയാം ഇറ്റ് ഈസ് ഫോർ കാർബൺ. ഇറ്റ് ഈസ് ഫോർ കാർബൺ ആണ് ഹൈ റെസിസ്റ്റിവിറ്റി. സോ ഇറ്റ് ഈസ് ഇത് കാർബൺ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. സോ തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ആർക്കാണ്? കാർബൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a two-terminal device, resistance decreases when the temperature increases. The device is option A made up of steel, option B a semiconductor, option C a dielectric, option D none of the above. എപ്പോഴാണ് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത്? ആ പ്രോപ്പർട്ടി ഏതാണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത്. അത് ആർക്കാ അതുള്ളത്? അത് ഏത് ഇതിലാണ്? സെമി കണ്ടക്ടേഴ്സ്. സിലിക്കൺ, ജെർമേനിയം അതൊക്കെ വെച്ചുണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസസിനാണ് ഏത് പ്രോപ്പർട്ടി ഉള്ളത്? റെസിസ്റ്റൻസ് ഡിക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെമി കണ്ടക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a hydroelectric generation system, pressure variations due to rapid changes in velocity of water is mitigated using option A tail raise pipe, B penstock, C surge tank, D none of the above. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഹൈഡ്രോഇലക്ട്രിക് ജനറേഷൻ സ്റ്റേഷനിൽ നമ്മുടെ വാൽവ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുക അങ്ങനത്തെ കേസ് വരുമ്പോൾ പ്രഷർ വേരിയേഷൻസിനെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഏതാണ്? സർജ് ടാങ്ക്. ഏതാണ്? ഓപ്ഷൻ സി സർജ് ടാങ്ക്. ഇതിൽ വേറെ രണ്ട് പാർട്സ് കൊടുത്തിട്ടുണ്ട്. എന്താ ടെയിൽ റേസ് പൈപ്പ്? ടെയിൽ റേസ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടർബൈൻ എല്ലാം കറക്കി കഴിഞ്ഞിട്ട് വരുന്ന ആ വാട്ടർ ഉണ്ടല്ലോ, ആ പുറത്തേക്ക് പോകുന്ന ആ വാട്ടർ, ആ പോകുന്ന പൈപ്പാണ് എന്ത്? പുറത്തേക്ക് തള്ളിക്കളയുന്ന അത് യൂസ്ഡ് വാട്ടറാണ് ഏത് കൂടെ പോകുന്നത്? ടെയിൽ റേസ് പൈപ്പിൽ കൂടെ പോകുന്നത്. ഇനി ഇതിൽ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, പെൻ സ്റ്റോക്ക്. എന്താ പെൻ സ്റ്റോക്ക്? പെൻ സ്റ്റോക്ക് ആണ് നമുക്ക് എന്താ ഡാമിൽ നിന്ന് നമ്മുടെ
ടർബൈനിലേക്കുള്ള വാട്ടർ കൊണ്ടുവരുന്നത് ഏതിലൂടെയാണ്? പെൻസ്റ്റോക്കിലൂടെയാണ് കൊണ്ടുവരുന്നത്. ക്ലോസ്ഡ് കോൺഡ്യൂട്ട്, ആ ഒരു വലിയ പൈപ്പാണ്. ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ആ വലിയ പൈപ്പാണ് എന്ത്? പെൻസ്റ്റോക്ക്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ സ്റ്റേഷനിലെ പ്രഷർ വേരിയേഷൻ ഡ്യൂ ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ വെലോസിറ്റി ഓഫ് വാട്ടർ ഇസ് മിറ്റിഗേറ്റഡ് യൂസിങ് ഏതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് സർജ് ടാങ്ക്. ഈ ഹൈഡ്രോ ഇലക്ട്രിക്കിലെ എല്ലാ പാർട്സും കുറച്ച് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് എല്ലാവരും നോക്കണം. കാരണം മിക്കവാറും ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കാറുണ്ട്. ഏതാണ് യൂസ് ചെയ്യുന്നത്? പെൻസ്റ്റോക്ക് എന്തിനാ? ടെയിൽ റേസ് പൈപ്പ്, സർജ് ടാങ്ക്, ഹോട്ട് റിസർവ്, അങ്ങനെ പല ടേംസ് ഉണ്ട്. അത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ പോർഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതുകൊണ്ട് ആ ഭാഗമൊന്നും എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കാം. നെക്സ്റ്റ് വൺ. In a complex network containing active voltage sources with zero internal resistance and linear bilateral elements, the open circuit voltage across two terminals is 25 volt and the resistance of the network viewed from the open circuited terminal is 6.25 ohm. If an equivalent circuit comprising of only a current source and impedance is made, the current source rating is option A 25 ampere, option B 6.25 ampere, option C 12.6 ampere, option D 4 ampere. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിലെ സെഷൻ 1 നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ നമുക്ക് ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സസ് ഉണ്ട് വിത്ത് സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, പിന്നെ ലീനിയർ ബയലാറ്ററൽ എലമെൻറ്റ്സ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ടു ടെർമിനൽ, ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് 25 വോൾട്ട്. അപ്പോൾ നമ്മുടെ വരുന്നത് നമ്മൾ തെവെനിൻ ഇക്വലന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇത് 25 വോൾട്ട്. പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദ റെസിസ്റ്റൻസ് വ്യൂഡ് ഫ്രം ദ ഓപ്പൺ സർക്യൂട്ട്, അതാണ് എന്ത്? തെവെനിൻ വോൾട്ടേജ്. എത്ര? 6.25 ohm. If an equivalent resistance comprising of only a current source and impedance is made, അങ്ങനെയാണെങ്കിൽ കറണ്ട് സോഴ്സിൻ്റെ റേറ്റിംഗ് അതെങ്ങനെയാണ്? ഇതാണ് കറണ്ട് സോഴ്സ് ആൻഡ് ഇമ്പിഡൻസ്. എങ്ങനെയാണ് വരിക? പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. കറണ്ട് സോഴ്സ് ആൻഡ് ഇമ്പിഡൻസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ്, കറണ്ട് സോഴ്സിൻ്റെ റേറ്റിംഗ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? നമുക്ക് കറണ്ട് സോഴ്സ് കാണാൻ എന്താ? തെവെനിൻ വോൾട്ടേജും അറിയാം, ഓപ്പൺ സർക്യൂട്ട് തെവെനിൻ റെസിസ്റ്റൻസും അറിയാം, ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജും അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ കറണ്ട് I = V/R എന്ന് വെച്ചാൽ എന്ത് വരും? ഏതാ നമുക്ക്? V തന്നിട്ടുണ്ട്, ഏതാ? 25 വോൾട്ട്. R തന്നിട്ടുണ്ട് 6.25. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 4 ആംപിയർ. സോ അവർ ആൻസർ ഈസ് 4 ആംപിയർ. ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻ എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, തെവെനിൻ്റെ നോർട്ടൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The surface integral of the normal component of electric field intensity over a closed surface is equal to 1/epsilon 0 times the total charge inside it. This is the statement of option A Gauss theorem, option B Stokes theorem, option C Maxwell's theorem, option D Poisson's theorem. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാ. നമ്മൾ വേറെ ഒന്നും പറയണ്ട, ഏത് തന്നെയായിരിക്കും? ഗോസ് തിയറം. എന്താ ഗോസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്? സർഫേസ് ഇൻറ്റഗ്രൽ ഓഫ് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ് സർഫേസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ്. സർഫേസ് ഇൻറ്റഗ്രൽ ഓഫ് E.ds ഗീവ്സ് ഏതാണ്? 1/epsilon 0 × Q. ഇതാണ് ഗോസ് തിയറം പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. ഇതിൽ അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം, മാക്സ്വെൽസ് തിയറം, പോയ്സൺസ് തിയറം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം ഒന്ന് നോക്കി വയ്ക്കാം. കാരണം തിയറം ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ എളുപ്പമാണ്. ആ ഡെഫിനിഷൻ എങ്ങനെയാണ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ വേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഗോസ് തിയറം. സർഫേസ് ഇൻറ്റഗ്രൽ E.ds = 1/epsilon 0 × Q. ഇതാണ് അതിൻ്റെ mathematical representation. Next question.
Smooth cylindrical type rotors with less diameter and large axial length are used for synchronous generators driven by option A, water turbines, option B, radial turbines, option C, steam turbines, option D, none of the above. ചോദിച്ചിരിക്കുന്നതാണ് സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടേഴ്സ് വിത്ത് ലെസ് ഡയാമീറ്റർ ആൻഡ് ലാർജ് ആക്സിയൽ ലെങ്ത്. നമുക്കറിയാം നമ്മുടെ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് നോൺ സാലിയൻറ്റ് പോള് മെഷീൻ, നോൺ സാലിയൻറ്റ് സിങ്ക്രണസ് മെഷീൻ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ലെസ് ഡയാമീറ്റർ ലാർജ് ആക്സിയൽ ലെങ്ത്. നമുക്കറിയാം ലെസ് ഡയാമീറ്റർ അതുപോലെ ലാർജ് ആക്സിയൽ ലെങ്ത്, അതിനെന്താ പ്രൊജക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തിന് യൂസ് ചെയ്യാം? ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റീവ്സിൽ യൂസ് ചെയ്യാം. അത് ഏതായിരിക്കും വെച്ച് നമ്മൾ കറക്കുന്ന? ഇറ്റ് ഈസ് ബൈ സ്റ്റീം ടർബൈൻസ്. ഏതിനായിരിക്കും? ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റീവ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടർബൈൻ ഏതാണ്? സ്റ്റീം ടർബൈൻ. ഇനി സാലിയൻറ്റ് പോളിൽ എങ്ങനെയായിരിക്കും? നമ്മളിവിടെ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പാണ്. സാലിയൻറ്റ് പോളിൽ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലാർജ് ഡയാമീറ്ററും സ്മോൾ ആക്സിയൽ ലെങ്ത്തും ആയിരിക്കും. അവിടെ എന്താ പ്രൊജക്ഷൻസ് ഉണ്ട്. പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും? അതിനൊരു വിൻറ്റേജ് ലോസ്, ആ ഒരു വിൻറ്റേജ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറ്റില്ല? ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരേതിലാണ് യൂസ് ചെയ്യുന്നത്? അവരെ നമ്മൾ ഡീസൽ ടർബൈനിലോ അല്ലെങ്കിൽ വാട്ടർ ടർബൈനിലാണ് അവരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ഇതിൽ ഹൈ സ്പീഡിന് ഓൾട്ടർനേറ്റീവ്സിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീം ടർബൈൻ. ലോ സ്പീഡ് അല്ലെങ്കിൽ മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റീവ്സിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? വാട്ടർ ടർബൈനോ ഡീസൽ ടർബൈൻ. അപ്പോൾ ഇതിന് നേരെ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര് വരുന്നത്? നമ്മുടെ സാലിയൻറ്റ് പോൾ സിങ്ക്രണസ് മെഷീൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the number of poles in a synchronous machine is 6, a slot angle of 10 degree mechanical when expressed in electrical degree is option A 60, option B 20, option C 30, option D 15. നമുക്ക് പോൾസ് തന്നിട്ടുണ്ട്. ഏതാണ്? P = 6. അതുപോലെ സ്ലോട്ട് ആംഗിൾ ഓഫ് 10 ഡിഗ്രി മെക്കാനിക്കൽ, തീറ്റ മെക്കാനിക്കൽ, അത് നമുക്ക് തന്നിരിക്കുന്നത് 10. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഇലക്ട്രിക്കൽ ഡിഗ്രി. തീറ്റ ഇലക്ട്രിക്കൽ. തീറ്റ ഇലക്ട്രിക്കലിനെ മെക്കാനിക്കൽ ആക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. തീറ്റ ഇലക്ട്രിക്കൽ = P/2 തീറ്റ മെക്കാനിക്കൽ. എന്നാ? P 6. അപ്പോൾ എങ്ങനെ കൊടുക്കാം? 6/2 × 10 എത്ര വരും? 3. ആൻസർ ഈസ് 30 ഡിഗ്രി. അപ്പോൾ എത്രയാണ് ഇലക്ട്രിക്കൽ ഡിഗ്രി? തീറ്റ = 30 ഡിഗ്രി. ഏത് വരും? ആൻസർ ഈസ് ഓപ്ഷൻ സി 30. ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഏതാണ്? ഇത് ഓർത്തിരിക്കുക. തീറ്റ ഇലക്ട്രിക്കൽ = P/2 തീറ്റ മെക്കാനിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the number of turns of an inductive coil is doubled and core length is quadrupled, other parameters being the same, the inductance of the coil become. എന്താണ്? ഓപ്ഷൻ എ ഡബിൾ, ഓപ്ഷൻ ബി ഹാഫ്, ഓപ്ഷൻ സി ക്വാഡ്രാപ്പിൾ, ഓപ്ഷൻ ഡി അൺചേഞ്ച്ഡ്. നമ്മളോട് ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ? n ഡബിൾ ചെയ്തിട്ടുണ്ട്. n becomes 2n, n dash 2n. അതുപോലെ തന്നെ കോർ ലെങ്ത് ക്വാഡ്രാപ്പിൾ എന്ന് പറഞ്ഞാൽ l dash it becomes 4l. സോ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എങ്ങനെയായിരിക്കും? ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഇക്വേഷനാണ് μ0 n² a/l. ഇതാണ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. μ0 n² a/l. നമ്മുടെ ഇവിടെ ആകെ ഈ എന്നിനും എല്ലിനുമാണ് ചേഞ്ച് ഉള്ളൂ. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും എന്താ? കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെ മാത്രം എടുക്കാം. l n²/l. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? n. പുതിയ n എന്തായി? 2n ആയി. അപ്പോൾ എങ്ങനെ എഴുതാം? l dash = 2n² ബൈ l എങ്ങനെയാണ്? l dash എന്ത് വരും? 4l. അപ്പോൾ നോക്കിക്കേ, ഇത് എന്ത് വരും? 4n²/4l. 4 ക്യാൻസൽ ആവും. ഏതാ? n²/l തന്നെ കിട്ടും. അപ്പോൾ എന്താണ് നമുക്കിവിടെ? ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം ചേഞ്ച് ആണ്. μ0 a/l ബാക്കിയെല്ലാം ചേഞ്ച് ആണ്.
ഏതാണ് നമുക്ക് എൽ ഡാഷ് എങ്ങനെ തന്നെ വന്നു n²/L വന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. നമ്മൾ എന്താ ഇവിടെ ചെയ്തത്, കോയിലെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു, അതുപോലെ ലെങ്ത്ത് 4 ടൈംസ് ആക്കി. അപ്പോൾ എന്താണ് ഇൻ എഫക്റ്റ്, എന്താണ് ഇൻഡക്റ്റൻസിന്? നോ ചേഞ്ച്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, unchanged. Next question. If the ratio of average charge voltage to average discharge voltage in a lead acid cell is 4/3 and the ratio of its watt-hour efficiency to ampere-hour efficiency is option A 0.75, option B 4/3, option C 16/9, option D none of the above. നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? റേഷ്യോ ഓഫ് ആവറേജ് ചാർജ് വോൾട്ടേജ് ടു ആവറേജ് ഡിസ്ചാർജ് വോൾട്ടേജ്. അപ്പോൾ ചാർജ് വോൾട്ടേജ് VC/VD അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. VC/VD എത്രയാണ് തന്നിരിക്കുന്നത്? 4/3. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് അവർ എഫിഷ്യൻസി ടു ആംപിയർ അവർ എഫിഷ്യൻസി. എന്തായിരിക്കും വാട്ട് അവർ എഫിഷ്യൻസി? നമുക്ക് വാട്ട് അവർ എഫിഷ്യൻസി കാണാൻ എന്തായിരിക്കും? വാട്ട് അവർ എന്തായിരിക്കും? VD വോൾട്ടേജ് ഡിസ്ചാർജ് ഇൻറ്റു കറണ്ട് ഡിസ്ചാർജ് ബൈ വോൾട്ടേജ് ചാർജ് ഇൻറ്റു കറണ്ട് ചാർജ്. ഇതായിരിക്കും ഏതാണ് വാട്ട് അവർ എഫിഷ്യൻസി. വാട്ട് അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ഇൻറ്റു ടൈമാണ്. ടൈം ഇവിടെ എന്തായിരിക്കും? ടൈം നമ്മൾ നോക്കുന്നില്ല. VD/ID/VC/IC അതാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആംപിയർ അവർ എഫിഷ്യൻസിയാണ്. ആംപിയർ അവർ എഫിഷ്യൻസി എന്താണ്? അതെന്ത് വരും? ആംപിയർ അവർ എഫിഷ്യൻസി എന്ത് വരും? ID/IC എന്താണ് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വാട്ട് അവർ എഫിഷ്യൻസി ടു ആംപിയർ അവർ എഫിഷ്യൻസി. ഇപ്പോൾ ഇത് നമ്മൾ വാട്ട് എഫിഷ്യൻസി എടുത്തിരിക്കുന്നത്, അവർ ഇപ്പോൾ രണ്ടിടത്തും ടൈം ഉള്ളതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട. വാട്ട് അവർ എഫിഷ്യൻസിയും ആംപിയർ അവർ എഫിഷ്യൻസിയും എന്ത് ചെയ്യാം? നമുക്കത് ഇതാണ് വേണ്ടത്. എഫിഷ്യൻസി വാട്ട് അവർ ബൈ എഫിഷ്യൻസി ആംപിയർ എന്താ വരുന്നത്? ഇവിടെ നോക്കുക, നമുക്ക് ഈ ID/IC കോമൺ ആണ്. അപ്പോൾ അതെന്താ? ആ ടേം ക്യാൻസൽ ചെയ്യും. ഇൻ എഫക്റ്റ് നമുക്ക് ഏതേ ഉള്ളൂ? VD/VC. ഇനി നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതാ തന്നിരിക്കുന്നത്? VC/VD. നമ്മുടെ ആൻസർ ഏതാ? VD/VC എന്ന് വെച്ചാൽ എന്ത് വരും? 3/4. ഇവിടെ ആൻസർ 3/4 ഉണ്ടോ? ഇല്ല. 3/4ൻ്റെ വാല്യൂ എത്രയാണ്? 0.75. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ആൻസർ ഈസ് ഓപ്ഷൻ എ 0.75. അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്താ വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മതി. എന്താ? ഡിസ്ചാർജ് പവർ ബൈ എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇപ്പോൾ ഡിസ്ചാർജ് ബൈ എന്താണ്? ചാർജിങ്. കറണ്ടിൻ്റെ ആണെങ്കിൽ ഡിസ്ചാർജ് കറണ്ട് ബൈ ചാർജിങ് കറണ്ട് അത് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം അത് റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ ഈ കറണ്ടിൻ്റെ ടേം എന്തായിട്ട് പോവും? ക്യാൻസൽ ചെയ്തു. കറണ്ടിൻ്റെ റേഷ്യോ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി ഏതുള്ളൂ? VD/VC. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/4 വാല്യൂ വരും 0.75. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 0.75. Next question. A 3-phase induction motor runs at 2% slip and its rotor frequency is 1 Hz. The stator frequency in Hz is option A 60, option C 40, option B 50, option D 20. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2% സ്ലിപ്പ് തന്നിട്ടുണ്ട്. S = 2%. നമ്മളോട് റോട്ടർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. FR = 1 Hz. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വാട്ട് ഈസ് ദ സ്റ്റേറ്റർ ഫ്രീക്വൻസി. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് റൺസ് അറ്റ് സിങ്ക്രണസ് സ്പീഡാണ്. അതാണ് അതിൻ്റെ സ്റ്റേറ്റർ ഫ്രീക്വൻസി നമ്മൾ പറയുന്നത്. ഇത് എന്താണ്? അത് നമ്മുടെ റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കാരണം ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് കറങ്ങും? റോട്ടർ കറങ്ങും. അവർ തമ്മിൽ ഒരു കറക്കം ഉണ്ടാവണമെങ്കിൽ അവർ തമ്മിൽ എന്ത് വേണം? ഒരു റിലേറ്റീവ് സ്പീഡ് വേണം. അപ്പോൾ അതായത് എന്താണ്? റോട്ടർ സ്പീഡും സ്റ്റേറ്റർ സ്പീഡും എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. റിലേറ്റീവ് സ്പീഡ് വരാൻ അപ്പോൾ അവിടെ എന്ത് വരും? ഒരു സ്ലിപ്പ് S വരും. ഇതാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ആ ചേഞ്ച് ഇൻ റോട്ടർ സ്പീഡ് ആൻഡ് ഏതാണ്? സ്റ്റേറ്റർ സിങ്ക്രണസ് സ്പീഡ്. ആ സിങ്ക്രണസിൻ്റെ സ്പീഡ് റോട്ടർ സ്പീഡിൻ്റെ ആ ഡിഫറൻസ് ആണ് എന്ത്? സ്ലിപ്പ് സ്പീഡ്. അപ്പോൾ റിലേഷൻ നമുക്കറിയാം
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റേറ്റർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? FR = SF എന്നാണ്. നമുക്കിവിടെ ഏതാണ്? SFS ആണ് നമുക്ക് തന്നിരിക്കുന്നത്. FR അപ്പോൾ എന്ത് ചെയ്യണം? FS = FR/S. FR എത്രയാണ്? 1 Hz. 1 നമുക്ക് സ്ലിപ്പ് 2% എന്ന് പറഞ്ഞാൽ 2/100 = 0.02. നമുക്ക് FR തന്നിരിക്കുന്നത് 1/2/100 എന്ന് പറഞ്ഞാൽ 100/2 ഇറ്റ് ഈസ് 50 Hz. അപ്പോൾ 2% സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റർ സ്പീഡ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് 50 Hz. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 50 Hz. അപ്പോൾ സ്ലിപ്പ് സ്പീഡ് നമുക്കിവിടെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. സോ 2% ദാറ്റ് ഈസ് 0.02. ഇനി FR എന്ന് പറയുന്നത് 1 Hz. FS നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. FR = ഏതാണ്? SFS. സോ FS = FR/S. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻസർ ഈസ് ഓപ്ഷൻ ബി 50 Hz. Next question. To have a smooth coil running of an induction motor by reducing humming and to prevent cogging, the technique used is called. Option A, damping. Option B, concentrating. Option C, skewing. Option D, none of the above. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടറിൽ കോഗിങ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? എന്താ കോഗിങ്? കോഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ഓഫ് ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ സ്ലോട്ട്. ആ സ്റ്റേറ്റർ റോട്ടറും കൂടെ ഇൻ്റർലോക്ക് ചെയ്ത് മൂവ് ചെയ്യാതെ മോട്ടറിനെ എന്ത് ചെയ്യും? സ്റ്റാൻഡ് സ്റ്റില്ലാക്കും. പിന്നെ അത് റൺ ചെയ്യാൻ പറ്റില്ല, അത് അവിടെ ലോക്കായി കിടക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? കോഗിങ് എന്ന് പറയുന്നത്. ആ ലോക്ക് ആവാനുള്ള കാരണം എന്താ? വെൻ നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട്സ് = റോട്ടർ സ്ലോട്ട്സ്. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതെന്തായിരിക്കും? അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് ലോക്കിംഗ് വരുന്നത്. അപ്പോൾ എന്താ? ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ അലൈൻമെൻറ്റ് ടോർക്ക്, അവരത് ഉള്ള അലൈൻമെൻറ്റ് ടോർക്ക്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ഉണ്ടല്ലോ, ഇവരെ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ടോർക്ക് അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഈ മോട്ടർ ആ ലോക്കിംഗ് സ്റ്റേജിൽ തന്നെ നിൽക്കും, പിന്നെ മോട്ടർ റൺ ചെയ്യില്ല. അപ്പോൾ നമ്മളതിനെ ആ ഒരു ലോക്കിംഗ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അതിന് റീസൺ ഒന്നുകിൽ സ്റ്റേറ്റർ സ്ലോട്ട്സ് = നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ആ ഒരു എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് സ്ക്യൂയിങ്. സ്ക്യൂയിങ്ങിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റർ റോട്ടർ സ്ലോട്ട്സ് ഒരുമിച്ച് വരാൻ നോക്കില്ല. അതിന് ഒരു ആംഗിൾ, ഒരു റോട്ടർ സ്ലോട്ടും സ്റ്റേറ്ററും തമ്മിലൊരു ആംഗിൾ ഡിഫറൻസ് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്? ഈ ലോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് എന്ത്? സ്ക്യൂയിങ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കോഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? സ്ക്യൂയിങ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഈ ലോക്കിംഗ് കണ്ടീഷൻ ഒഴിവാക്കി മോട്ടർ എന്താണ് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. സോ ദ മെത്തേഡ് ഈസ് സ്ക്യൂയിങ്. ഇനി കോൺസെൻട്രേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണ് യൂസ്ഡ് വെൻ നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട്സ് = നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട്സ്. അങ്ങനെയുള്ള കേസിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണെന്ത്? കോൺസെൻട്രേറ്റിംഗ്. ഇനി ഡാമ്പർ വൈൻഡിങ് ഉണ്ട്. അത് ഏതിനാണ്? സിങ്ക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In DC generators, the winding used in a machine delivering low voltage high current load is option A, progressive simplex wave winding, option B, lap winding, option C, any type of wave winding, option D, any of the above. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജനറേറ്റഡ് EMF എങ്ങനെയായിരിക്കണം? ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട്. നമുക്കൊരു ഓപ്ഷൻ ഇതുണ്ട്, EG = 5ZN/60 × P/A. നമ്മൾ ഈ ജനറേറ്ററിൻ്റെ തിയറി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം പഠിക്കുന്ന. ഇവിടെ നോക്കിക്കേ, ഇത് A. ഈ A ആണ് നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത്. A = 2 when it is wave winding, A = P when it is lap winding. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ A എന്തായിരിക്കും? കൂടുതലായിരിക്കും വേവ് വൈൻഡിങ്ങിനേക്കാൾ. അപ്പോൾ ഈ എയുടെ വാല്യൂ കൂടുമ്പോൾ EG എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമുക്ക് ലോ വോൾട്ടേജ് കിട്ടാൻ എന്താണ് ഒരു മെത്തേഡ്? ലോ വോൾട്ടേജ് കിട്ടാൻ നമ്മൾ എയുടെ വാല്യൂ കൂട്ടി വയ്ക്കുക. എയുടെ വാല്യൂ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഏത് വൈൻഡിങ് ആണ്? ലാപ്പ് വൈൻഡിങ്.
അപ്പോൾ നമ്മുടെ കറണ്ട് ആ സമയത്ത് എങ്ങനെയായിരിക്കും? കറണ്ട് ഹൈ കറണ്ട്. നമ്മൾ ആ തിയറി പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന. തിരിച്ച് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് വേണമെങ്കിൽ എന്തായിരിക്കും? വേണമെങ്കിൽ ആൻസർ ഏതായിരിക്കും? വേവ് വൈൻഡിങ് ആയിരിക്കും. വേവ് വൈൻഡിങ്. ഇവിടെ നമുക്ക് വേണ്ടത് ലോ വോൾട്ടേജ് ഹൈ കറണ്ട്. റിലേഷൻ എത്ര ഉള്ളൂ? EG = 1/A. അപ്പോൾ A കൂടുതലാണെങ്കിൽ EG കുറയും. A കൂടുതലുള്ള കേസ് ഏതാണ്? ലാപ്പ് വൈൻഡിങ്. A കുറവുള്ള കേസ് ഏതാണ്? വേവ് വൈൻഡിങ്. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ ലോ വോൾട്ടേജ് ഹൈ കറണ്ട്, വേവ് വൈൻഡിങ് ആണെങ്കിലോ ഹൈ വോൾട്ടേജ് ലോ കറണ്ട്. ഇതിനു മുമ്പ് വേറൊരു എക്സാമിലും ഇതേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻ കൃത്യമായിട്ട് പഠിക്കുക. ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ ബി, ലാപ്പ് വൈൻഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following can support a synchronous motor in starting? Option A, damper winding. Option B, frequency divider. Option C, interpole. Option D, all the above. നമ്മളോട് എന്താണ്? സിങ്ക്രണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഏതാണ്? ഡാമ്പർ വൈൻഡിങ്. സിങ്ക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡാമ്പർ വൈൻഡിങ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡാമ്പർ വൈൻഡിങ്. ഇന്റർപോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? DC ജനറേറ്റേഴ്സിൽ ഏതാണ്? ആർമേച്ചർ റിയാക്ടൻസ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റർപോൾ. ഫ്രീക്വൻസി ഡിവൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൊഡ്യൂൾ ടു ചേഞ്ച് ദ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി ഡിവൈഡർ. ഇത് നമ്മളോട് ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്കറിയുന്നതാണ് എന്ത്? സിങ്ക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡാമ്പർ വൈൻഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two-reaction theory is used in the analysis of synchronous machine to take into account the A, difference in the number of poles in stator and rotor of a cylindrical pole machine, non-uniformity of air gap between stator and rotor of a salient pole machine. Option C, non-uniformity of air gap between the stator and rotor of a cylindrical pole machine. Option D, difference in the number of poles in stator and rotor of a salient pole machine. എവിടെയാണ് നമ്മൾ ടു റിയാക്ഷൻ തിയറി അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ആ ടു റിയാക്ഷൻ തിയറി കൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഏതിനാണ് പഠിക്കുന്നത്? സാലിയൻ പോൾ മെഷീൻ. അവിടെ നമ്മളൊരു ഡയറക്റ്റ് ആക്സിസ്, ക്വാഡ്രേച്ചർ ആക്സിസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വ്യത്യാസം? നമുക്ക് അറിയാം. ആ ഒരു ഇങ്ങനെ വരുമ്പോൾ ഈ ഇതാണ് മെഷീനെങ്കിൽ ഇതാണ് അതിൻ്റെ റോട്ടറെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ നമുക്കറിയാം എയർ ഗ്യാപ്പ് ഡിഫറൻസ്, ഇവിടെയുള്ള എയർ ഗ്യാപ്പ് ഡിഫറൻസ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു എയർ ഗ്യാപ്പ് ഡിഫറൻസ് ഉണ്ട് ആർക്ക്? സാലിയൻ പോൾ മെഷീന്. ഈ ഒരു എയർ ഗ്യാപ്പ് ഡിഫറൻസ് കാരണമാണ് നമുക്ക് അവിടെ എന്താണ് രണ്ട് ടൈപ്പ് റിയാക്ടൻസ് വരുന്നത്. ക്വാഡ്രേച്ചർ റിയാക്ടൻസും അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്സിസ് റിയാക്ടൻസും. അപ്പോൾ ആ ഒരു എയർ ഗ്യാപ്പിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് എന്താണ് റിയാക്ടൻസിന് വ്യത്യാസം വരും. ഇവിടെ എന്തായിരിക്കും? എയർ ഗ്യാപ്പ് കുറവുള്ളിടത്ത് റിലക്റ്റൻസ് എന്തായിരിക്കും? റിലക്റ്റൻസ് കുറവായിരിക്കും. എയർ ഗ്യാപ്പ് കൂടുന്നവരും റിലക്റ്റൻസ് കൂടും. അപ്പോൾ ആ ഒരു വ്യത്യാസം കാരണം ഏതാണ്? നമുക്ക് എന്തിലും വ്യത്യാസം വരും? ആ കറണ്ടിലും അതിൻ്റെ ബാക്കി കാര്യങ്ങളിലെല്ലാം ആ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ ടു റിയാക്ഷൻ തിയറി കൺസെപ്റ്റ് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നോൺ യൂണിഫോമിറ്റി ഇൻ എയർ ഗ്യാപ്പ്. ഓക്കെ, നോൺ യൂണിഫോമിറ്റി. ആ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ നോൺ യൂണിഫോമിറ്റി എയർ ഗ്യാപ്പ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോൺ യൂണിഫോമിറ്റി ഓഫ് എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഓഫ് എ സാലിയൻ പോൾ മെഷീൻ. Next question. The maximum percentage efficiency of a 1 kVA transformer with iron losses equal to 125 watts at unity power factor load is? Option A 90, Option B 72, Option C 60, Option D 80. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജ് എഫിഷ്യൻസി, മാക്സിമം പെർസെൻറ്റേജ് എഫിഷ്യൻസി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈറ്റ മാക്സിമം ആണ്. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എങ്ങനെയാണ്? എക്സ് കെ വി എ കോസ് ഫൈവ് ബൈ എക്സ് കെ വി എ കോസ് ഫൈവ് പ്ലസ് പി സി യു പ്ലസ് പി എ, ദാറ്റ് ഈസ് കോപ്പർ ലോസ് പ്ലസ് അയൺ ലോസ്. ഇനി ഇവിടെ നമ്മളോട് മാക്സിമം എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. മാക്സിമം എഫിഷ്യൻസി ആണെങ്കിൽ പ്രത്യേകത എന്താ? പി സി യു ഈക്വൽ ടു പി എ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു
125 വാട്ട്സ്. നമുക്കിവിടെ എക്സ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, ഹാഫ് ലോഡാണോ ഫുൾ ലോഡാണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ എക്സ് എന്തായിട്ട് നമ്മൾ എടുക്കും, എക്സ് ഈക്വൽ ടു 1. അപ്പോൾ പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് യൂണിറ്റി പവർ ഫാക്ടർ ലോഡാന്ന് തന്നിട്ടുണ്ട്. സോ cos phi ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈറ്റ മാക്സിമം കാണാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. എന്ത് ചെയ്യാം, 1 kVA ഇത്. സോ 1 × 10⁻³ ബൈ ഏതാണ് 1 × 10⁻³ എന്ത് വരും, 125 + 125 + 125. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, ആൻസർ ഈസ് 80%. ആൻസർ ഈസ് 80%. അപ്പോൾ ഇതാണ് എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷനാണ് എക്സ് കെ വി കോസ് 5 എക്സ് കെ വി കോസ് 5 + PCU + PA. ഇനി ക്വസ്റ്റ്യനിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം പെർസെൻറ്റേജ് എഫിഷ്യൻസി ഏതാ, ഈറ്റ മാക്സിമം. ഈറ്റ മാക്സിമത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അയൺ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ്. അയൺ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ്. പിന്നെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ലോഡാണോ ഫുൾ ലോഡാണോ എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ്. ഇവിടെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ എക്സ് ഈക്വൽ ടു 1. പവർ ഫാക്ടർ വന്നിട്ടുണ്ട്, യൂണിറ്റ് പവേഴ്സ് ഓഫ് cos phi ഈക്വൽ ടു 1. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 80%. അപ്പോൾ നമ്മുടെ ഈ സെഷൻ തീർന്നു. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെഷനാണ് തീർന്നത്. ഇനി നമുക്കൊരു 2 സെഷനും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. അടുത്ത 2 സെഷനും വാച്ച് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് സെഷൻ കാണാത്തവർ അത് കാണാം. സോ താങ്ക് യു.